തിരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ അസഹിഷ്ണുതയാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് LDF അംഗങ്ങൾ നടത്തിയ പ്രതിഷേധത്തിന് പിന്നിലെന്ന് ആന്റോ ആന്റണി MP കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF പത്തനംതിട്ട ജില്ല പിടിക്കുമെന്നും ആന്റോ ആന്റണി MP പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് UDFന്റെ ആഹ്ലാദ ദിനം കൂടിയാണ്. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ അധികാരമേറ്റു. ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലും എങ്ങനെയാണ് ആന്റോ ആന്റണി MP ഈ വിജയത്തെ നോക്കിക്കാണുന്നത്? ഇത് ജനങ്ങൾ നൽകിയ വിധിയെഴുത്താണ്. ഈ വിധിയെഴുത്തിനെ ഞങ്ങൾ വിനയത്തോടുകൂടി സ്വീകരിക്കുക. ഇവിടെ ഇന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ദീന മൊറോയും മുനിസിപ്പൽ ചെയർപേഴ്സൺമാരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും അവര് എടുത്തിരിക്കുന്ന പ്രതിജ്ഞ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി സാധാരണക്കാരോടൊപ്പം നിന്ന് ഈ നാടിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത്തരമൊരു പ്രവർത്തനം ഇല്ലാതിരുന്നു എന്നുള്ളതാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി ഐക്യജനാധിപത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവന്നത്. ഇത് ഈ ജില്ലയിലെ ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. ഇത് തന്നെയാണ് നാളെ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കപ്പെടാൻ പോകുന്നത്. ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ അഴിമതി സർക്കാരിനെ അടിച്ചു പുറത്താക്കി ഐക്യജനാധിപത്യ മുന്നണിയെ നാളെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരുമെന്നുള്ളതിന്റെ ഒരു സൂചികയായി ഈ തെരഞ്ഞെടുപ്പിനെ കാണണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ അസഹിഷ്ണുത എന്താണ് അവര് ഈ അനുമോദന വേളയിൽ രേഖപ്പെടുത്തിയത്? മുൻകാലങ്ങളിൽ ആരും ചെയ്യാത്ത ഏറ്റവും മോശപ്പെട്ട ഒരു പ്രവൃത്തിയായി പോയി. ഇതിനു മുമ്പ് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ ഇവിടെ ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ജയിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം ഇല്ലാതിരുന്നിടത്ത് കൃത്രിമമായ ഭൂരിപക്ഷം ഉണ്ടായി അവർ ഭരിച്ചിട്ടുണ്ട്. ഞങ്ങളാരും പ്രതിഷേധിക്കാൻ പോയിട്ടില്ല. ഞങ്ങൾ ജനവിധി മാനിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് പോവുക മാത്രമാണ് ചെയ്തത്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അവരുടെ വിശ്വാസ്യത ആർജിച്ചാണ് ഞങ്ങൾ ഇന്ന് ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും അധികാരത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ചെയ്തതിനെ കുറിച്ച് CPMന്റെ പ്രതിനിധികൾ ആത്മപരിശോധന നടത്തണം. അവർക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കന്മാർ മുമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഓമല്ലൂർ ശങ്കരനും അതുപോലെ അനന്തഗോപനെ പോലുള്ള ആളുകൾ ഇവരെ ഉപദേശിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.